നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങളെ മുമ്പിൽ വെച്ച് ഞാൻ ഇവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് ഞാൻ അന്നേ മനസ്സിൽ വിചാരിച്ചതാ. എന്റെ ലോക്കപ്പിൽ, എന്റെ കസ്റ്റഡിയിൽ അവനിപ്പോ. വേണമെന്ന് വെച്ചാൽ ഒരു നുള്ളല്ല, ഒരു ലോഡ് പൂഴി കൊണ്ട് അവന്റെ പുറത്ത് ഞാൻ തട്ടും. നിങ്ങൾ എന്നെ ഷേവ് ചെയ്ത് കളയൂ. മൈൻഡ് യുവർ വേർഡ്സ് ഓഫീസർ. പോലീസുകാരുടെ നാവിലെ ഇത്രയും നല്ല ഭാഷയൊക്കെ വരുവക്കില്ലേ? അത് ഏത് കോടതി പഠിപ്പിക്കാൻ വന്നാലും. ഈ സ്റ്റേഷന്റെ പടി ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എനിക്കെതിരെയുള്ള ആയുധങ്ങൾ സ്വരുക്കൂട്ടി കോടതിയിലേക്ക് പായുമെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാൻ വക്കീലേ. ആ കൂട്ടത്തിൽ ഒരു കേസ് കൂടെ ആയാലും അധികം ആവില്ലടോ. പക്ഷേ ഇപ്പൊ ഇവിടെ നടന്നതിന്റെ തിരക്കഥയൊക്കെ നേരത്തെ തന്നെ റെഡിയാ. സ്റ്റേഷൻ ആക്രമണം, പോലീസ് സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യൂണിഫോം അണിഞ്ഞ പോലീസുകാർക്ക് നേരെ കയ്യേറ്റം നടത്തുക, സ്ഥലവും കഥാപാത്രവും ഒക്കെ എഴുതി ചേർത്ത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എഴുതി. ഇനി സമയം കൂടി ചേർത്താ മതി. സമയം കൃത്യമായിട്ട് ഓർത്തു വെച്ചോ. ഓ, ഇവിടുന്ന് അങ്ങോട്ട് നിന്റെ നാശത്തിന്റെ സമയോ. ഈ നിമിഷം ഓർത്ത് ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നീ ഖേദിക്കും. ഓ ആയിക്കോട്ടെ. വാ അർജുൻ. ഇപ്പൊ അങ്ങോട്ട് ഉണ്ടാക്കും. മിനിസ്റ്റർ വെയിറ്റിംഗിലാണ്. എന്നാ ഞാൻ ഇറങ്ങാം മോളെ. അയ്യോ, സാറ് തിരക്കിട്ട് പോവൊന്നും വേണ്ട. മീറ്റിംഗിൽ വേറെ ആൾക്കാരുണ്ട്, അവരത് തുടങ്ങി വെച്ചോളും. എന്നാലും മിനിസ്റ്ററെ ഒന്നും വെയിറ്റ് ചെയ്യിക്കണ്ട മോളെ. അവരുടെ സമയത്തിനൊക്കെ വിലയുള്ളതല്ലേ. എനിക്കാണെങ്കിൽ പുതിയ കാര്യങ്ങളൊന്നും പറയാനുമില്ല. അതിപ്പോ കുറുപ്പ് സാർ ഇവിടെ വരെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ. ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതല്ലല്ലോ, മുൻകൂട്ടി അറിയിക്കാനും പറ്റിയില്ല. പിന്നെ മോളുടെ സമയത്തിനും വിലയുണ്ട്. മോള് പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് പേർക്ക് മോളെ ആവശ്യമുണ്ട്. അന്ന് ശാരദാമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ചു നിന്ന 5 വയസ്സുകാരിയല്ലല്ലോ മോളിപ്പോ. ഒരുപാട് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു തന്നതിനേക്കാൾ കൂടുതൽ പാഠങ്ങൾ മോള് പഠിച്ചു. എന്നാ ഞാനങ്ങോട്ട്. സർ, കാറിൽ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട, ശീലമില്ലല്ലോ. നടക്കാൻ പറ്റുന്ന കാലത്തല്ലേ നടക്കാൻ പറ്റൂ. കിടപ്പിലായി കഴിഞ്ഞാൽ ആളും ആരും ഒന്നും ഉണ്ടാവില്ലല്ലോ. മോളെ, ദൈവത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. പക്ഷേ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെയാണോ അതോ സ്വന്തം മനസാക്ഷിയാണോ എന്ന് നേരം കിട്ടുമ്പോ ഒന്ന് സ്വയം ആലോചിച്ച് നോക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേട്ടൻ എത്തിയോ മേ? ഇപ്പൊ വരും മോളെ, നമുക്ക് അങ്ങോട്ട് പോവാം. എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ചോളൂ.
എന്നാൽ പിന്നെ ആദ്യം ജാതകം കൈമാറാം. അതിനുശേഷം മോതിരം മാറ്റും. അച്ഛന്മാരെന്നാ ഇങ്ങോട്ട് ഇരുന്നോളൂ. ജാതകം കൈമാറാൻ വരട്ടെ. മോനെ, എന്താ ഇത്? അമ്മയ്ക്ക് ഇത് ആരാണെന്ന് അറിയണം. അറിയണമെങ്കിൽ ചോദിക്കേണ്ടത് നിത്യോടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അർച്ചനയുടെ ഉപദേഷ്ടാവ്, അതിനപ്പുറം ഒരു പട്ടവും സന്ധ്യക്ക് നീ ചാർത്തി കൊടുക്കണ്ട. സന്ധ്യ പറയുന്നതൊക്കെ കേട്ട് അവസാനം കുഴി ചാടാനാ അർച്ചനയ്ക്ക് യോഗം. മനസ്സിലായോ നിനക്ക്? എനിക്ക് മനസ്സിലായി. നീ ഇപ്പൊ പറഞ്ഞത് എന്താന്ന് ഇവൾക്ക് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് മനസ്സിലായിന്ന്. എനിക്ക് മനസ്സിലായത് എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. നിനക്കിപ്പോഴും തലയ്ക്ക് വെളിവ് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനൊരു മണ്ടത്തരം നീ നിന്റെ അനിയത്തിയോട് പറയോ? അർച്ചന കുഴിയിൽ വീഴുമെന്നൊക്കെ. അർച്ചന ഇപ്പൊ പോകുന്ന റൂട്ട് വളരെ കറക്റ്റ്. പെട്ടെന്ന് വീഴാൻ പാകത്തിന് ഒരു കുഴിയും ഇല്ല. അതിന് അർച്ചനയ്ക്കൊരു ഉപദേഷ്ടാവിന്റെ ആവശ്യവും ഇല്ല. നീ നേരത്തെ പറയുന്നത് കേട്ടു, ഞാനും നീയും പരസ്പരം തോളിൽ കൈയിട്ട് കൂട്ടുകാരിയായി നടന്നതിനെ പറ്റിയൊക്കെ. നിനക്കതൊക്കെ ഇപ്പോഴും ഓർമ്മയുള്ളതുകൊണ്ട് ആ പഴയ കൂട്ടുകാരിയായി നിന്ന് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്നെ അർച്ചന പൂട്ടു അവധികൻ. ഇനി അങ്ങോട്ട് നിന്റെ കഷ്ടകാലം ആരംഭിക്കാൻ പോവാ. നീ ഇങ്ങനെ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാന്ന് കരുതിയാണോ? എങ്കിൽ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. നിന്നെ കൊണ്ടും അർച്ചനെ കൊണ്ടും എന്തൊക്കെ സാധിക്കുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ എനിക്കൊരു കഷ്ടകാലം വന്ന അത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുമിച്ചുള്ള കഷ്ടകാലമായിരിക്കും. എന്നെ പുറത്താക്കാനുള്ളതൊന്നും അർച്ചനയുടെ കയ്യിൽ ഇല്ല സന്ധ്യ. നീ ഇനി എങ്ങനെയൊക്കെ അവൾക്ക് തന്ത്രം ഓതി കൊടുത്താലും എന്റെ മുന്നിൽ വന്ന് നിന്ന മുട്ടിടിക്കും അവളുടെ. നീ ഇപ്പൊ വന്ന കാര്യം എന്താന്ന് എനിക്കറിയില്ല. സേതുമാധവന്റെ അടുത്ത് അർച്ചനയുടെ നിരപരാധിത്വത്തെ പറ്റി പറയാനാണെങ്കിൽ അത് പറഞ്ഞിട്ട് വേഗം വീട് പിടിക്കാൻ നോക്ക്. ഇവിടുന്ന് ഇറങ്ങിപ്പോവാനാ ഞാൻ പറഞ്ഞതിന്റെ മറ്റൊരർത്ഥം. അങ്ങനെ പോകുന്നില്ലെങ്കിലും എനിക്ക് പറയാനുള്ളതൊക്കെ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടേ സന്ധ്യ ഇവിടുന്ന് പോവും. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് അർച്ചനയുടെ കാര്യം. ഇനി ഞാൻ എന്റെ ഒരു കാര്യം കൂടി പറയാം. എന്റെ ഇക്കയുടെ മരണത്തിന്റെ അന്വേഷണം പകുതി വഴിയിൽ നിൽക്കുകയാണിപ്പോ. ഇക്കയുടെ മരണം ഒരു സാധാരണ ആക്സിഡന്റ് അല്ലെന്നും
ആരോ മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാണെന്നും അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോടൊരു സംശയം പറഞ്ഞു. ആ സംശയം ശരിവെക്കുന്ന അന്നു മുതൽ ഇതിന് പിന്നിൽ ആരാണെന്ന് ഞാൻ മുന്നിട്ടിറങ്ങി അന്വേഷിക്കും. ആ അന്വേഷണം വന്നു നിൽക്കുന്നത് ദാ ഇതുപോലെ ഞാനും നീ മുഖാമുഖമാണെങ്കിൽ ഒരിക്കൽ കൂടി നിന്റെ തോളിൽ ഞാൻ കൈവയ്ക്കും. അത് പഴയ കൂട്ടുകാരിയായല്ല, എന്നെ വിധവയാക്കിയ കാരണക്കാരിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വേണ്ടിയായിരിക്കും. ഞാനിത് പറയുമ്പോഴുള്ള നിന്റെ ഈ ഭാവമാറ്റത്തിന് ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം ഉണ്ടെങ്കിൽ നിന്റെ കാര്യം പോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ അമ്മ ഒരിക്കലും ശ്രേയുടെ ശരീരത്തിൽ കേറില്ല. എന്റെ അമ്മയ്ക്ക് ശ്രേയ ഇഷ്ടമല്ല, അതെനിക്ക് ഉറപ്പാ. എനിക്ക് ഇഷ്ടമല്ലാത്തവരെ, എന്നെ സ്നേഹിക്കാത്തവരെ അമ്മ ഇഷ്ടപ്പെടില്ല. പിന്നെ എങ്ങനെ എന്റെ അമ്മ ശ്രേയുടെ ശരീരത്തിൽ കയറും? അതാ ഞാൻ പറഞ്ഞത്, ശ്രേയ ചെയ്യുന്നത് മുഴുവൻ കള്ളമാണെന്ന്. അത് പൊളിക്കാൻ പൂജ തന്നെയാ വേണ്ടത്. അപ്പൊ അതാണല്ലേ കാര്യം. ശ്രേയ തല്ലുകൊള്ളിക്കാനുള്ള പ്ലാനിലാണോ രണ്ടാളും? ആരെയും ഉപദ്രവിക്കാനൊന്നും അല്ല മഹിയേട്ടാ. പക്ഷെ ഇനിയും ഈ അഭിനയം അനുവദിച്ചു കൊടുത്താ ശരിയാവില്ല. അതാ ഞാനും ഇതിനെ അനുകൂലിക്കുന്നത്. ശ്രേയക്ക് തല്ലുകൊള്ളുന്നതില് അച്ഛന് സങ്കടമുണ്ടോ? ഇല്ലല്ലോ, പിന്നെന്തിനാ അച്ഛൻ തടയുന്നത്? അയ്യോ, എനിക്കൊരു വിഷമവുമില്ല. തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കുന്നത് നല്ലത് തന്നെയാ. പ്രത്യേകിച്ച് ഗൗരിയുടെ പേരിൽ ഇങ്ങനെ ഒരു നാടകം. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം പോലെ പൂജ നടത്താം. ഈ കാര്യം ഞാൻ തന്നെ എല്ലാവരോടും പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അത് മതി, നല്ല അച്ഛൻ. കണ്ടു ഇങ്ങേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ എന്റെ അച്ഛൻ അനുസരിക്കുന്ന. പിന്നെ എന്റെ മോള് പറഞ്ഞ അച്ഛൻ കേൾക്കാതിരിക്കുവോ? ഞാനിപ്പോരാ. പൂജയ്ക്ക് വേണ്ട സാധനങ്ങളാണ് ഇവിടെ എത്തിക്കാൻ തിരുമേനി പറഞ്ഞിരുന്നു. എടുത്തു വെച്ചോളൂ. അതാ ബില്ല്. എല്ലായിടത്ത് വെക്കുമ്പോഴേക്കും ഞാൻ ക്യാഷ് എടുത്തോണ്ട് വരാം. ഓ ശരി. എന്താ ഇതൊക്കെ? ഇതൊക്കെ പൂജയ്ക്കുള്ള സാധനങ്ങളാ. പൂജയ്ക്കോ? അതെ. എന്ത് പൂജ? ശ്രേയ ചേച്ചിയുടെ ദേഹത്ത് ഗൗരി ചേച്ചിയുടെ ആത്മാവ് വന്നു പോകുന്നില്ലേ, അത് ഒഴിപ്പിക്കാനുള്ള പൂജ നടത്താനുള്ള സാധനങ്ങളാ ഇതൊക്കെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ചെറുപ്പക്കാവിൽ പോയി വിളക്ക് വെക്കാൻ തിരുമേനി.
നല്ലത്. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ശരി തിരുമേനി. വരൂ, ഞാൻ പൂജ ചെയ്യുന്ന സ്ഥലം കാണിച്ചു തരാം. അപ്പോ ഗംഗ ഒറ്റയ്ക്ക് സർപ്പക്കാവില് വിളക്ക് വെക്കാൻ പോകും. ആ അപ്പൊ ഗംഗ ഈ രാത്രി സർപ്പക്കാവില് വിളക്ക് വെക്കാൻ പോവല്ലേ? ആ ഭട്ടതിരി ഗംഗയോട് പറയുന്നത് ഞാൻ കേട്ടതാ. അയാള് പറഞ്ഞ സ്ഥിതിക്ക് അവളെ അനുസരിക്കാതിരിക്കില്ലല്ലോ. അതെ, ഗംഗയ്ക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ വിശ്വാസമാണല്ലോ. എങ്കിൽ ഈ അവസരം നമുക്ക് വിനിയോഗിക്കണം. നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഗംഗ ഇവിടുന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുപോവാൻ അവസരം നോക്കിയിരിക്കുവാ നകുൽ. നകുലിനൊരു സൂചന കൊടുത്താ ബാക്കി അവൻ നോക്കിക്കോളും. അത് ശരിയാ. ആ ശല്യത്തിനെ ഒഴിവാക്കാൻ ഈശ്വരൻ കാണിച്ചു തന്ന വഴിയായിരിക്കും ഇത്. അല്ലേ നാത്തൂനെ? അതെ, ഈ കൈലാസത്തിന് യോജിക്കാത്ത മരുമകളെ ഇവിടെ ആവശ്യമില്ല. എങ്ങനെ ഇവിടുന്ന് ഒഴിവാക്കണം? എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ നകുലിനെ വിളിച്ച കാര്യം പറയാം. എന്ന് നീ വേഗം വിളിക്ക്. ഹലോ, നകുലിന് സന്തോഷം തരുന്ന ഒരു കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. നീ ഇതുവരെ തന്ന സന്തോഷത്തിന്റെ അനുഭവിക്കുന്നതേ ഉള്ളൂ ഞാൻ. ഇനി എന്താ പുതിയ കാര്യം? നിനക്ക് വേണ്ടത് ഗംഗയല്ലേ? അവളെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ഒരു ചാൻസാ വന്നിരിക്കുന്നത്. എന്താണെന്ന് തെളിച്ച് പറ ശ്രേയേ. ഇവിടെ ഇന്നൊരു പൂജ നടക്കുന്നുണ്ട്. അതിനു മുമ്പായിട്ട് രാത്രി സർപ്പക്കാവിലെ വിളക്ക് വെക്കാൻ ഗംഗ തനിച്ചു പോവും. ആ അവസരം നിനക്കുള്ളതാ. സത്യമാണ് നീ പറയുന്നേ? ദേ, വീണ്ടും പണി തരാനാവരുത്. എനിക്ക് ഗംഗയോടുള്ള പക നകുലിന് അറിയാവുന്നതല്ലേ? പിന്നെന്താ സംശയം? ശരി, ഞാനും എന്റെ ആൾക്കാരും ആ പരിസരത്ത് തന്നെ ഉണ്ടാവും. ഗംഗ ഇന്ന് തന്നെ അവിടുന്ന് കടത്തിയിരിക്കും. അത് മതി. ആ ശല്യം ഇവിടുന്ന് പോയിട്ട് വേണം എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങാൻ. എങ്കിൽ ഇന്ന് മുതൽ നിനക്ക് സന്തോഷത്തിന്റെ ദിനങ്ങളായിരിക്കും. ഓക്കെ. ശരി ശ്രേയ. എന്തു പറഞ്ഞു മോളെ? ഇന്നത്തോടു കൂടി ആ നാശത്തിന്റെ ശല്യം ഈ കൈലാസത്തിൽ നിന്ന് എന്നേക്കുമായി അവസാനിക്കും. ഗംഗ എന്ന പൊതുശത്രു അങ്ങനെ നമുക്കിടയിൽ നിന്ന് അവസാനിക്കുന്നു അല്ലേ? അതെ നാത്തൂനെ. ഓ, മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം. അവള് സർപ്പക്കാവിലെ പോയി വന്നിട്ടല്ലേ പൂജ നടക്കൂ? അതെനിക്കൊന്ന് കാണണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ പറയുന്നോ ഇല്ലയോ? പറ മോളെ. എന്തു തന്നെ ആയാലും ഓളു പറയുന്നത് കേൾക്കാനുള്ള മനസ്സച്ഛനുണ്ട്. ഇതാരാന്ന് നിനക്ക് പറയാമോ? ഇത് ലച്ചു ചേച്ചിയുടെ ഭർത്താവ് സഞ്ജയേട്ടനല്ലേ? അന്ന് കല്യാണ സമയത്ത് എന്താ സംഭവിച്ചത്? എന്തുണ്ടാവാനാ? സഞ്ജയേട്ടൻ വന്നു, ലച്ചു ചേച്ചിയെ കല്യാണം കഴിച്ചു.
ഇതാണ് അച്ഛൻ സംഭവിച്ചത്. ഇതാ അച്ഛൻ സത്യം. അമ്മുന്റെ ഭർത്താവ് സഞ്ജുവ. സഞ്ജു എന്നെ ചതിക്കുമായിരുന്നു. അമ്മു അതിന് കൂട്ടുനിന്നു. ഞാൻ ജീവനെ പോലെ സ്നേഹിച്ച എല്ലാരും എന്നെ ചതിച്ചു. തൽക്കാലം കാഞ്ചന ഇതൊന്നും അറിയണ്ട. അമ്മുവിന്റെ കല്യാണത്തെ പറ്റി വ്യക്തമായ കാരണങ്ങൾ നമുക്കറിയാം. അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ആരാണെന്ന് മാത്രമേ നമുക്കറിയേണ്ടതുള്ളൂ. അവളെ രക്ഷിക്കാൻ സഞ്ജുവാണ് അത് ചെയ്തത്. അവര് തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് നമുക്കറിയാലോ. പക്ഷെ ഞാനൊരു രണ്ടാം ഭാര്യയല്ലേ അച്ഛ. സഞ്ജു കെട്ടിയ താലിയല്ലേ അവൾ ഇപ്പോഴും കഴുത്തിലണിഞ്ഞ് നടക്കുന്നത്. സഞ്ജു കെട്ടിയ മറ്റൊരു താലി എന്റെ കഴുത്തിലും. ഞാനൊരു പെണ്ണല്ലേ അച്ഛ. ഞാനിനി എന്തിനു ജീവിക്കണം? മരിച്ചു കളയാൻ അച്ഛൻ എന്നെ സമ്മതിച്ചതുമില്ല. മോളെ കുറച്ചു ദിവസം ഇവിടെ നിൽക്ക്. അച്ഛനിനി എന്റെ മോളെ വേദനിപ്പിക്കില്ല. ഒടുവില് അതും സംഭവിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തെങ്കിലും കേട്ടാൽ ഉടൻ വീട്ടിൽ വന്നിരിക്കാനും കൈഞ്ഞരമ്പ് മുറിക്കാനും മാത്രം ബുദ്ധിയില്ലാത്തവളല്ല എന്റെ മോള്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതവൾ എന്നോട് പറയണ്ടേ? അവളല്ല പറയേണ്ടത്, നീയാ. നിനക്കറിയാം സഞ്ജു സത്യം. ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാ. അവൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതവൾ എന്നോടല്ലേ പറയേണ്ടത്? നിങ്ങളോട് പോലും സ്വാധ്യത പറയുന്നില്ല. നിങ്ങൾക്കുള്ള അറിവേ എനിക്കുള്ളൂ. ജീവിതം അവസാനിപ്പിച്ച് കളയാൻ മാത്രമുള്ള പ്രശ്നമൊന്നും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. സ്വാതി, സ്വാതി, വാതിൽ തുറക്ക്. സ്വാതി, വാതിൽ തുറക്കാനാ പറഞ്ഞേ. സ്വാതി, നീ വാതിലൊന്ന് തുറക്ക്. സ്വാതി, വാതിൽ തുറക്ക്. സ്വാതി, നിന്റെ പ്രശ്നം എന്താന്ന് എനിക്കറിയണം. നീ അത് പറയാതെ ഞാൻ പോവില്ല. സ്വാതി, സ്വാതി, വാതിൽ തുറക്കാൻ. സ്വാതി, എന്തുണ്ടെങ്കിലും അവൾക്ക് എന്നോട് പറഞ്ഞൂടെ? നീ ഇപ്പൊ തിരിച്ചു പോ സഞ്ജു. എനിക്ക് പേടിയാ എന്റെ മോളെ. അവള് വീണ്ടും എന്തെങ്കിലും കടുങ്കൈ കാണിച്ചാ ഞങ്ങൾക്ക് ആരും ഇല്ലാതായി പോ സഞ്ജു.
ഹലോ. ഞാൻ ദക്ഷയാ. ആ മനസ്സിലായി. ലച്ചു ഇവിടെ എന്ത് ചെയ്യാ? ഞാൻ വായിക്കാം, ഒരുപാട് പഠിക്കാനുണ്ട്. ലച്ചുവിന്റെ തീരുമാനം നല്ലതാ. നന്നായി പഠിക്കണം. ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ പഠിക്കുന്നുണ്ട്. ഡോക്ടറിന് പഠിക്കാൻ നന്നായി സഹായിക്കുന്നുണ്ട്. ലച്ചു പഠിച്ചു മിടുക്കിയാവണം. അത് എനിക്കും സന്തോഷമുള്ള കാര്യം. എനിക്കിപ്പോ നല്ലൊരു ലക്ഷ്യമുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാ. പക്ഷേ എനിക്ക് ലച്ചുവിനോട് ഒരേ ഒരു കാര്യത്തിലെ എതിർപ്പുള്ളൂ. ലച്ചു മംഗലശ്ശേരിയിൽ തന്നെ തുടരുന്നത്. അതത്ര നന്നായിന്ന് എനിക്ക് തോന്നുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ വിശാൽ, പാമ്പിനെ കണ്ടോ? അതവിടെ ഉണ്ടോ? അത് ജനാല വഴി പുറത്തേക്ക് പോയി. പോകുന്ന ഞാൻ കണ്ടു. ജാസ്മിൻ പേടിക്കാതിരിക്ക. ഞാൻ ഏതെങ്കിലും ജോലിക്കാരെ പറഞ്ഞേച്ച് അതിനെ ഇവിടുന്ന് തുരത്തി ഓടിക്കാം. ശരി ശരി, എന്തായാലും അത് മുറിയിൽ ഇറങ്ങി പോയല്ലോ. സമാധാനമായി. നീ എന്തടി എന്നിങ്ങനെ നോക്കുന്നേ? അല്ല, ജാസ്മിൻ പാമ്പിനെ കണ്ട ഉടനെ നിന്റെ നടുവേദനയൊക്കെ പമ്പ കടന്നോ? അത് ചോദിക്കാനുണ്ടോ ഗാർഗി? അവളുടെ നടുവേദന മാറിയതുകൊണ്ടല്ലേ അവൾ ഈ പടിക്കെട്ട് ഓടി ഇറങ്ങി താഴേക്ക് വന്നത്. ജാസ്മിൻ, നിനക്ക് സന്തോഷമായല്ലോ. നടുവെടുക്കാൻ വയ്യാത്തോണ്ട് അമേരിക്കയിലേക്ക് പോവാൻ പറ്റാത്തതിന്റെ വിഷമത്തിലായിരുന്നില്ലേ നീ? ഇനിയിപ്പോ നാളെ തന്നെ നിനക്ക് അമേരിക്കയിലേക്ക് പറക്കാലോ. അല്ല ജാസ്മിൻ, പാമ്പിനെ കണ്ടതും നിന്റെ നടുവേദന എങ്ങനെയാ മാറിയത്? ഒട്ടും എഴുന്നേക്കാൻ വയ്യാതെ കിടന്നിരുന്ന നീ പെട്ടെന്ന് എഴുന്നേറ്റത് ഒരു വലിയ അത്ഭുതമായി പോയി മോളെ. അത് പിന്നെ ഡോക്ടർ തന്നെ മരുന്ന് കഴിച്ചതുകൊണ്ടും പാമ്പിനെ കണ്ട് പേടിച്ചതുകൊണ്ടും പിന്നെ പാമ്പ് എന്നെ കടിച്ചാ ഞാൻ ചത്തുപോവല്ലോ എന്നുള്ള ചിന്ത കൊണ്ടും അങ്ങനെയെല്ലാം കൊണ്ടും പെട്ടെന്ന് എനിക്കൊരു പുതിയ ശക്തി കിട്ടി. അപ്പം ഞാൻ എന്റെ വേദനയ്ക്ക് അങ്ങ് മറന്നു. നടുവിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചത് പോലുമില്ല. പിന്നെ പെട്ടെന്ന് എനിക്ക് താഴേക്ക് അങ്ങ് ഓടി. ഇപ്പൊ ഗാർഗി ചോദിച്ചപ്പോഴാ നടുവിന്റെ വേദനയുടെ കാര്യം തന്നെ ഞാൻ ഓർക്കുന്നത്. അമ്മ പറഞ്ഞതുപോലെ തന്നെ ഇത് ഭയങ്കര അത്ഭുതം തന്നെ അല്ലേ? അല്ലേ ആന്റി? അതെ അതെ, ഒരു മഹാ അത്ഭുതം തന്നെ. ഹോ, ഇത് ദൈവത്തിന്റെ അനുഗ്രഹം തന്നെ. നല്ല അനുഗ്രഹം. ഏതായാലും എന്റെ മോൾ ആഗ്രഹിച്ചതുപോലെ തന്നെ പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകാൻ പറ്റുമല്ലോ. ഇവൾ ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവളിത് എന്തറിഞ്ഞിട്ടാ ഈ കിടന്ന് പുലമ്പുന്നത്? എന്തായാലും യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നില്ലല്ലോ, അത് നന്നായി. ജാസ്മിൻ, നാളെ ഉച്ചയ്ക്കാ നിന്റെ ഫ്ലൈറ്റ്. പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൂ. എല്ലാ പ്ലാനും പൊളിയാണല്ലോ. ആ പാമ്പിന് വന്ന് ഇറങ്ങേണ്ട ഒരു നേരം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുറഞ്ഞത് ഒരു 30 ലക്ഷം രൂപയെങ്കിലും കയ്യിൽ വേണം. ഇവന്റെ കയ്യിൽ എവിടുന്ന അത്രയും തുക?
ഇവിടുത്തെ പണം എടുത്ത് ഇവന് ബിസിനസ് തുടങ്ങുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ടാ ഞാൻ എന്റെ ഗോൾഡ് എടുത്ത് പണയം വെക്കാമെന്ന് തീരുമാനിച്ചത്. അതല്ലേ മോനെ മാന്യത? ആ ദേ, നീ ഇതൊന്നും പണയം വെച്ച് പറഞ്ഞ തുക എടുത്തു തന്നാ മാത്രം മതി. വിശാൽ സാറിൽ നിന്നും പണം തട്ടിയെടുക്കാനുള്ള ഇവരുടെ പുതിയ പദ്ധതിയാണല്ലോ ഇത്. ഇല്ലമ്മേ, എനിക്കിത് പണയം വെക്കാൻ പറ്റില്ല. വിശാൽ, ഞാനിത് പണയം വെക്കില്ല. മാത്രമല്ല, ഇത് പണയം വെക്കാൻ ഞാൻ കൂട്ടു നിൽക്കുകയില്ല. മോനെ, അമ്മയുടെ ആഭരണങ്ങൾ എനിക്ക് ഗായത്രി അമ്മയുടെ ആഭരണത്തിന് തുല്യം. അത് ഞാൻ ഒരിക്കലും പണയം വെക്കില്ല. അതുപോലെ തന്നെയാ ഇതും പണയം വെക്കാൻ പാടില്ല. അമ്മയെ ഞാൻ ഗായത്രി അമ്മയുടെ സ്ഥാനത്താ കാണുന്നത്. എന്റെ അമ്മ പോയതിനു ശേഷം എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത് അമ്മയല്ലേ? അപ്പോ അമ്മയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നടത്തേണ്ടത് എന്റെ കടമയാ. എടാ, അത് ശരിയാണ്. പക്ഷേ ഇത് എനിക്ക് വേണ്ടി അല്ലല്ലോ മോനെ. ആയിക്കോട്ടെ. ദാ, ഈ നിൽക്കുന്ന അമ്മയുടെ സഹോദരൻ എനിക്കാരാ? എന്റെ അമ്മാവനല്ലേ? അമ്മാവനെ സഹായിക്കേണ്ടതും എന്റെ ഉത്തരവാദിത്വം തന്നെയാ. അമ്മ ഇത് കയ്യിൽ വെച്ചോ. അങ്കിളിനും ബിസിനസ്സിൽ മുടക്കാനുള്ള പണം ഞാൻ തരാം. താനേ കൃത്യസമയത്ത് തന്നെയാ വന്നത്. എടോ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അങ്കിള് ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുക. കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ പറയാം. ഇപ്പോ അങ്കിളിനൊരു ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റായി 30 ലക്ഷം രൂപ വേണം. അത് നമുക്ക് കൊടുക്കാം. താനാ ലോക്കറിന്ന് ആ 30 ലക്ഷം എണ്ണി എടുത്തിട്ട് വാ. എന്തു പറ്റി? താൻ പോയി കാശ് എടുത്തിട്ട് വാ. വിശാൽ, ഞങ്ങൾക്ക് കാശ് തരുന്നത് പാർവതിക്ക് അത്ര ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. എന്റെ ഇഷ്ടം തന്നെയാ പാർവതിയുടെ ഇഷ്ടം. പാർവതി, നീ പോയി എടുത്തിട്ട് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അരുണേ, നമ്മുടെ ശ്യാമ പ്രഗ്നന്റാ. അതറിഞ്ഞു. ഗർഭിണിക്ക് മധുരം നൽകുന്ന ചടങ്ങ. നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി വരാൻ പോവല്ലേ? അപ്പൊ ആ ചടങ്ങ് ഇവിടെ വെച്ച് തന്നെ നടത്തണം. അതാ അതിന്റെ ശരി. എന്നാലേ അമ്മ തന്നെ ആദ്യം മധുരം കൊടുക്ക്. ഇനി അച്ഛൻ. നമ്മളെ
അഖി മധുരം കൊടുക്ക. കൊടുക്കണം. ലിസി, ഞാനങ്ങോട്ട് വിളിച്ചിരുന്നു. ഒന്ന് ഫേഷ്യൽ ചെയ്യാനാ. പാർലറിൽ എപ്പോഴും തിരക്കല്ലേ. ഒരു സമയം ഫിക്സ് ചെയ്ത് പറയണം, അല്ലാതെ പറ്റില്ല. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ പോരെ, വെറുതെ അല്ലല്ലോ ക്യാഷല്ലേ തരുന്നേ. ഐശ്വര്യ, ഇവിടെ നല്ലൊരു ചടങ്ങ് നടക്കുക. സംസാരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മാറി നിന്ന് സംസാരിക്കും. എന്താ പറഞ്ഞത് ഇഷ്ടായില്ലേ? ഇനി നീ മാത്രമേ ശ്യാമയ്ക്ക് മധുരം കൊടുക്കാനുള്ളൂ. മധുരം കൊടുക്ക്. അതമ്മ, അല്ല, നീ ഈ ചടങ്ങെങ്കിലും ചെയ്യും. അങ്ങനെയെങ്കിലും നിനക്കും ഇങ്ങനെ ഒരു ചടങ്ങ് വേണമെന്നുള്ള തോന്നലെങ്കിലും ഉണ്ടാവട്ടെ. ചെല്ല്, മധുരം കൊടുക്ക്. ഐശ്വര്യ, ബസ് പറഞ്ഞത് കേട്ടില്ലേ? മധുരം കൊടുക്ക്. ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ പറഞ്ഞതൊക്കെ എങ്ങനെ നടക്കാനാ? വിസ്മയ്ക്ക് വേണ്ടി ശ്യാമ പാടുകയെ കേട്ടിട്ട് അത്ഭുതം തോന്നുക. അതെ, പറഞ്ഞതൊക്കെ സത്യമാണ്. ഇവൾ ഓരോന്ന് പറഞ്ഞ് ആനന്ദേട്ടനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഇതൊന്നും നടക്കില്ല. അതിനുള്ള കഴിവ് ഈ ശ്യാമയ്ക്കുണ്ടോ? സംഗീതം എന്ന് പറഞ്ഞ എന്താന്ന് വിചാരിച്ചിരിക്കുന്നേ? അത് ഏറ്റവും വലിയ സിദ്ധിയാ. ദൈവം അത്ര പ്രിയപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്ന വരദാനം. ഇവൾക്ക് ശ്യാമ പാടാൻ പറ്റില്ല. അമ്മ ഇത് വാങ്ങണം. ഈ അഡ്വാൻസ് അമ്മ വാങ്ങണം. ഇല്ല മോളെ, ഇത് വാങ്ങാൻ ഈ അമ്മയ്ക്ക് യോഗ്യതയില്ല. അമ്മയ്ക്ക് ഞാൻ സ്നേഹത്തോടെ തരുന്നതാ. ഇത് മതി. ചെയ്തു പോയതിനെല്ലാം ഉള്ള വസുവിന്റെ പശ്ചാത്താപത്തിന്റെ കണ്ണീര്. ഇത് തന്നെയാണ് പ്രായശ്ചിത്തം.
അറിഞ്ഞു അറിയാതെയും ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നിനും മാപ്പ് പറയുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദേവിയെ എനിക്കങ്ങനെ മറക്കാൻ പറ്റുമമ്മേ? ഓർക്കാൻ തക്കതായ ഏത് നല്ല കാര്യങ്ങൾ ഇവക്ക് ചെയ്തു കൊടുത്തിട്ടാ നീ ആ മാധുരിയുടെ പിറകെ പോയത്? ജീവിതാവസാനം വരെ കരയാനുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് പോയതാണോ നിനക്ക് മറക്കാൻ പറ്റാത്തത്? എന്താടാ ഞാൻ ചോദിച്ചതിന് നിനക്ക് ഉത്തരവില്ലേ? അമ്മേ, ഈ ദേവിയുടെ കഴുത്തില് താലി കെട്ടിയവനാ ഞാൻ. എന്ത് താലി? ഏത് ദേവി? ഒരു പെണ്ണിന്റെ സീമന്ത സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാ ഈ താലിമാല. അതൊരു പുരുഷൻ ഒരു പെണ്ണിന്റെ കഴുത്തിൽ ചാർത്തുന്നതോടെ അവരിരുവരും മനസ്സുകൊണ്ട് ഒന്നായി എന്നർത്ഥം. അങ്ങനെ നടക്കുന്ന കല്യാണം കടലാസിൽ എഴുതി ഒപ്പിടുന്ന ഒരു എഗ്രിമെന്റ് അല്ല. മനസ്സും ഒന്നായതിന്റെ രേഖയാ ദൈവസാക്ഷിയായ ഉടമ്പടി. ആ ഉടമ്പടി നീ തെറ്റിച്ചു. കെട്ടിയ പെണ്ണിന് കണ്ണീര് മാത്രം കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് നീ മറ്റൊരു പെണ്ണിന്റെ പിറകെ പോയി. ഈ കഴുത്തി കിടക്കുന്ന താലിയുടെ പവിത്രത പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും അറിയില്ലായിരിക്കും. പക്ഷേ ചെമ്പകമംഗലത്തിൽ രാജലക്ഷ്മി അമ്മയ്ക്ക് അതറിയാമടാ. അതറിയാവുന്നത് കൊണ്ട് തന്നെ നീ എനിക്ക് ശത്രുവാ. ഞാൻ എന്തെങ്കിലും നിന്നോട് ക്ഷമിക്കുമെന്ന് ഈ ജന്മത്തെ നീ പ്രതീക്ഷിക്കേണ്ട. എനിക്ക് അംഗീകരിക്കാവുന്നൊരു തെറ്റല്ല നീ ചെയ്തത്. അവൻ ദേവിയെ സ്നേഹിക്കാൻ വന്നിരിക്കുന്നു. അവളുടെ മനസ്സ് തകർത്ത് കളഞ്ഞിട്ട് അവൻ ലോഹ്യം കൂടാൻ വന്നിരിക്കുന്നു. നീ ഒരുത്തൻ കാരണോ ഈ തറവാട്ടിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഞാൻ ഒരിക്കൽ കൂടി പറയാ, നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടുപോവരുത്. ആ മുൻവാതിൽ കടന്ന് നീ ഇതിനകത്തേക്ക് കയറി പോവരുത്. ആകെ തകർന്നു നിൽക്കുന്ന മീനാക്ഷിയെ ഇനിയും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി നിന്നെ ഞാൻ ഇറക്കി വിടുന്നില്ല. അത് കണ്ട ആ കുഞ്ഞ് വീണ്ടും കരയും. എന്തായാലും അവളുടെ അച്ഛനായി പോയില്ലേ നീ? അതുകൊണ്ട് നിനക്ക് ഞാനൊരു ഔദാര്യം ചെയ്യാം. പരോള് കഴിഞ്ഞ് മടങ്ങുന്നത് വരെ ഔട്ട് ഹൗസ് നിനക്ക് ഉപയോഗിക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.
നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചാച്ചിക്കോ എന്താടി? അല്ല, ഉറങ്ങിയിട്ടും കുഞ്ഞുണ്ട കണ്ണുരുട്ടി നോക്കുന്നു. ഉറങ്ങിക്കോ. ഈ തുണിയൊക്കെ വേഗം കൊണ്ടുപോയി അലക്കുകാരിൽ വെച്ച് കഴിയിക്കേ. അല്ല, വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, പിന്നെന്തിനാ അലക്കുകയല്ല? അയ്യോ, വാഷിംഗ് മെഷീൻ കേടാ. നീ ഇത് അലക്കുകാരിൽ കൊണ്ടുപോയി നന്നായിട്ട് അടിച്ച് നനച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവാ. അല്ല, അലക്കല്ലി കഴുകിയ തുണികളൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവും. ആണോ? ഞാൻ സഹിച്ചു. പറഞ്ഞ അങ്ങോട്ട് അനുസരിച്ചാ മതി. ഇങ്ങോട്ട് കൽപ്പനയൊന്നും വേണ്ട. ചെല്ലി വേഗം, പെട്ടെന്ന് വേണം. ഇത് ഉറങ്ങാണല്ലോ, പിന്നെ കണ്ണും വെച്ച് ഉറക്കാന്ന് പറഞ്ഞു. കൊമ്പടി, ഇവളെ ഞാനിവിടുത്തെ അഷ്ടകലാശം ചവിട്ടിക്കും. ഓ, വാഷിംഗ് മെഷീനിലാണോ അലക്കിയത്? ഇത്ര വട്ടം അലക്കി കഴിഞ്ഞു? കഴിഞ്ഞു. നിന്നോട് അലക്കലി കഴുകാൻ പറഞ്ഞിട്ട്? ഈ വാഷിംഗ് മെഷീൻ കേടാണെന്നല്ലേ അമ്മായി പറഞ്ഞത്. ഞാൻ വന്ന് നോക്കിയപ്പോ ഇതിനൊരു കേടുമില്ല. എന്നാ പിന്നെ ഇതിൽ തന്നെ അലക്കാന്ന് കരുതി. നിന്നോട് ഇതിനകത്ത് അലക്കാൻ ആര് പറഞ്ഞു? ഈ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതേ ഇതില് തുണി അലക്കാനാ, അല്ലാതെ ഇതിലിരുന്ന് കുളിക്കാനല്ല. ഇവിടെ ഇതൊരു നടക്ക് പോകുന്ന ലക്ഷണമില്ല. നാശം. തള്ളയുടെ അഭ്യാസം എന്റെ അടുത്താ. ഒരു പണി ഇങ്ങോട്ട് തന്നാ 10 പണി ഞാൻ തിരിച്ചു കൊടുക്കും. മലയണ്ണാനെയാ മരം കയറ്റം പഠിപ്പിക്കുന്ന. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.